ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സംഭവ കഥ കേൾക്കാം. ഒരിക്കൽ ന്യൂയോർക്ക് നഗരത്തിലെ ഒരു വലിയ കടയിൽ ഒരു ബാലൻ കയറി ചെന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന $10 ആ കടക്കാരനെ ഏൽപ്പിച്ചിട്ട് അവൻ അയാളോട് പറഞ്ഞു, ഈ പണം കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തരൂ, എൻ്റെ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാനാണ്. ആ കടക്കാരൻ ആ സാധു ബാലനെ കളിയാക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് കിട്ടുന്ന സാധനമൊന്നും ഈ കടയിലില്ല, പെട്ടെന്ന് സ്ഥലമിടാൻ നോക്ക് എന്ന്. ഈ വാക്കുകൾ ആ ബാലൻ്റെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലൊരു കടയുടെ ഉടമയാകണമെന്ന് ആ ബാലൻ തീരുമാനിച്ചു. തികഞ്ഞ ദൈവവിശ്വാസവും നിറഞ്ഞ ആത്മവിശ്വാസവും കൊണ്ട് ആ ബാലൻ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി. വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അവൻ വിജയത്തിൻ്റെ പടികൾ ഓരോന്നൊന്നായി കയറി തുടങ്ങി. ആ ബാലനാണ് പിന്നീട് ഫ്രാങ്ക് വൂൾബർത്ത് എന്നറിയപ്പെടുന്ന ലോകത്തിലെ പ്രശസ്തനായ കോടീശ്വരന്മാരിൽ ഒരാളായത്. വൂൾബർത്ത് ശൃംഖലയുടെ ഉടമസ്ഥനായ അദ്ദേഹമാണ് 5 and Dime അറിയപ്പെടുന്ന വെറൈറ്റി സ്റ്റോറുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ഈ സ്റ്റോറുകളിലൂടെ കുറഞ്ഞ വിലയുള്ള സാധനങ്ങളുടെ ഒരു നിര തന്നെ അവതരിപ്പിച്ചു. ചെറുപ്പത്തിൽ തനിക്കുണ്ടായ തരത്തിലുള്ള ദുഃഖം വേറെ ഒരാൾ ഒരിക്കലും ഇനി അനുഭവിക്കരുതെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ഉപഭോക്താവിന് സെയിൽസ്മാൻ്റെ സഹായമില്ലാതെ തന്നെ തങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് പരിശോധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇത്തരം കടകൾക്ക് ഉണ്ടായിരുന്നു. എന്താണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം? വിജയത്തിൻ്റെ വഴിയിൽ ആത്മവിശ്വാസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഒരു പക്ഷിയുടെ ബലം അതിരിക്കുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പിൻ്റെ ബലമല്ല, അതിൻ്റെ ചിറകിൻ്റെ ബലമാണ്. ഉത്കണ്ഠ, ഭയം, സംശയം ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ധൈര്യം ചോർത്തിക്കളയുന്നു. എന്നാൽ ഇത്രമാത്രം സാധ്യതകൾ നമുക്ക് നീട്ടിത്തരുന്ന വിശാലമായ ഒരു ലോകം നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടും നാം എന്തിനാണ് ശങ്കിച്ചു നിൽക്കുന്നത്? ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ തീർച്ചയായും നാം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കും എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. കഴിവുകൾ നമ്മിൽ നിക്ഷേപിച്ച് ദൈവം നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിനൊക്കെ പച്ചപ്പുകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നമ്മുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും നിറവേറ്റുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആത്മവിശ്വാസത്തോടെ ഈ ലോകജീവിതം നയിച്ച് വിജയം വരിക്കും സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ ബലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.